ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി പായസത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ. കണ്ടാൽ പാലട പോലെയുള്ള നല്ല പാലട പ്രഥമനേക്കാളും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി പായസമാണ് ഈ ഒരു പായസം. അപ്പോൾ അത് ഞാൻ റെഡിയാക്കിയിട്ടുള്ളത് നമ്മളെ പൊടിയരി വെച്ചിട്ടാണ് കേട്ടോ. കഞ്ഞി വെക്കുന്ന ആ ഒരു പൊടിയരി വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു പായസം റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ റെഡിയാക്കിയതെന്ന് കാണിക്കാം. അപ്പോൾ അതാ ഒരു പാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ചുവട് കട്ടിയുള്ള നല്ലൊരു പാത്രം എടുക്കുക. എന്നിട്ട് അതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പഞ്ചസാര നമ്മൾ ആദ്യം ഒന്ന് കാരമൽ ചെയ്തെടുക്കണം. അതായത് ആ ഒരു ബ്രൗൺ കളർ ആവണ വരെ അതിനെ ഒന്ന് ഉരുക്കിയെടുക്കണം കേട്ടോ. അപ്പം നമ്മളിത് പിങ്ക് പാലട പ്രഥമനൊക്കെ തയ്യാറാക്കുന്ന ആ ഒരു രീതിയിലാണ് കേട്ടോ പായസം റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതാ പഞ്ചസാരയൊക്കെ നല്ലപോലെ ഉരുകി വന്നിട്ടുണ്ട്. അപ്പം ഇനി അതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു 1/2 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1/2 ലിറ്റർ പാലിലാണ് ഞാനിത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. പാലൊഴിക്കുന്ന സമയത്ത് പഞ്ചസാര ഒന്ന് കട്ടയായിട്ട് നിൽക്കും. അത് പിന്നെ ചൂടാവുമ്പോൾ അങ്ങനെ അങ്ങ് ഉരുകി റെഡി ആയിക്കോളും. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് 1/2 ലിറ്റർ പാല് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ പാലും പഞ്ചസാരയും നല്ലപോലെ യോജിപ്പിച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് ചെറിയരി വേവിച്ചതാണ് കേട്ടോ. ചെറിയരി നല്ലപോലെ വെന്ത് കുഴഞ്ഞു വരുന്ന ആ ഒരു രൂപത്തിൽ വെള്ളമൊക്കെ വറ്റിയതാ ഈ ഒരു പരുവത്തിൽ വേണ്ട നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നല്ലതുപോലെ പാലും അരിയും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അതായത് ആ ഒരു പാലും ആ ഒരു അരിയും കൂടെ ഒന്ന് മിക്സായി കിട്ടുന്നത് വരെ ഒന്ന് കുറുകി വരുന്നത് വരെ ഒരു ചെറിയ തീയിലിട്ടിട്ട് സിമ്മിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് കുറുകി വരുന്ന സമയത്ത് നമുക്കിത് ഓഫാക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഏലക്കായി അതുപോലെ തന്നെ നട്ട്സ് കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാനിതിവിടെ കുട്ടികൾ സ്കൂളിട്ട് വരുന്ന ആ ഒരു സമയമാകുമ്പോഴത്തേന് അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതുകൊണ്ടാണ് കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല. ഞാനിത് ലാസ്റ്റായിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അരിപ്പായസമാണ്. ഈ ഒരു പായസം കുടിക്കുമ്പോൾ നമുക്ക് ശരിക്കും അങ്ങനെ ഒരു ചെറിയരി വെച്ചിട്ടുള്ളൊരു പായസമാണ് ഉണ്ടാക്കിയതെന്ന് തന്നെ തോന്നുന്നില്ല കേട്ടോ. നല്ലൊരു പാലട പ്രഥമൻ കുടിച്ച ആ ഒരു ഫീലാണ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതെന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ചെലവ് ചുരുങ്ങിയിട്ടുള്ളൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. പിന്നെ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ കമൻറ്റൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതിയ നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന റെസിപ്പി കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക. ഞാൻ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി സജഷനായിട്ട് നിങ്ങൾക്ക് പറയാവുന്നതാണ് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ